എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഓൺലൈനിലോ ഒരു വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു. കുറച്ച് സുഖമില്ലായിരുന്നു. വീട്ടിലും പല അസൗകര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പലതും കാണുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 5-6 വർഷം മുമ്പ്, ഒരു എലിഫന്റ് ഇൻ ദ കബേർഡ്, ഷുഗർ ദ എലിഫന്റ് ഇൻ ദ കബേർഡ് എന്ന് പറഞ്ഞ ഒരു റോബർട്ട് ലസ്റ്റിഗ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ അമേരിക്കയിൽ അവിടുത്തെ കൂടി വരുന്ന മെറ്റബോളിക് ഡിസ്ഫങ്ഷനും കുട്ടികളിൽ വരെ ഉണ്ടാകുന്ന ഫാറ്റി ലിവർ ഡിസീസും ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ഒരുപാട് ഗവേഷണം നടത്തി. ഇപ്പോൾ പല കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്കെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിന്റെ മലയാളം വേർഷനായിട്ട്, ഓൾമോസ്റ്റ് സെയിം മലയാളം വേർഷനായിട്ട് ഞാനൊരു സീരീസ് ആയിട്ട് പറയാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് എനിക്ക് വളരെ ഒരു എൻലൈറ്റനിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമുക്ക് പല കാര്യങ്ങൾ അറിയാം. ലോ കാർബ് കഴിച്ചാൽ നല്ലതാണ്, അതാണ് നല്ലതാണ്, ഇത് നല്ലതാണ്. നമ്മളോട് ഒരുപാട് പേര് ഒരുപാട് ഒപ്പോസിങ് വ്യൂസ് പറയുന്നുണ്ട്. ഇതാണ് അങ്ങനെ ശരി, ഇതാണ് ശരി, ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ. ഇതൊക്കെ കേട്ട് നമ്മൾ ഓരോന്നിന്റെ പുറകെ ഓടുകയും ശ്രമിക്കുകയും ചെയ്യുന്നുമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് ഒരു മാധുര്യം നഷ്ടപ്പെടുന്നതാണ് നമുക്ക് ഡയബറ്റിസ് വരുന്നത്. നമുക്ക് മധുരം കഴിക്കുമ്പോൾ ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാക്കുന്നതാണ് ഡയബറ്റിസ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അത് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഓടി നടത്തുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം അതിൻ്റെ കോൺസിക്വൻസസും ഡയബറ്റിസിന്റെ. അപ്പോൾ നമുക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലേക്ക് കടക്കാം. അദ്ദേഹം ആദ്യമായിട്ട് പറഞ്ഞ കാര്യം എന്താണ് മെറ്റബോളിസം എന്നാണ്. നമ്മൾ പറയും ഡയബറ്റിസ് ഒരു മെറ്റബോളിക് ഡിസീസാണ്. നമ്മുടെ ക്രോണിക് ആയിട്ടുള്ള എല്ലാ ഡിസീസസും, അതായത് ഡയബറ്റിസ്, ഹാർട്ട് ഡിസീസ്, ബ്ലഡ് പ്രഷർ, പിന്നെ നമുക്ക് എന്താണുള്ളത്, ഇങ്ങനെയുള്ള ഡിമെൻഷ്യ, അൾസൈമേഴ്സ് ആൻഡ് ഡിമെൻഷ്യ, ഇതെല്ലാം മെറ്റബോളിക് ഡിസീസസ് ആണ്. എന്താണ് മെറ്റബോളിസം എന്നുള്ളതാണ് അദ്ദേഹം ആദ്യം പറഞ്ഞു തരുന്നത്. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തു നിന്ന് അകത്തേക്ക് സ്വീകരിച്ച സാധനങ്ങളെ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നതിനെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. അതിന് 2 ഭാഗങ്ങളുണ്ട്. നമ്മൾ പുറത്തു നിന്ന് അകത്തേക്ക് സ്വീകരിച്ച സാധനങ്ങളെ നമ്മൾ ഉള്ളിൽ എങ്ങനെയാണ് അത് പ്രോസസ്സ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് വെച്ച് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് മെറ്റബോളിസം. അപ്പൊ ഈ മെറ്റബോളിസത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ബേണിംഗ്, കത്തിക്കുക. 2 ബിൽഡിംഗ് അല്ലെങ്കിൽ ഗ്രോത്ത്, വളർത്തുക. ഈ 2 കാര്യങ്ങൾക്കാണ് നമ്മൾ ഈ മെറ്റബോളിസത്തിന്റെ 2 ഭാഗം, നമ്മൾ പുറത്തു നിന്ന് ഉള്ളിലേക്ക് സ്വീകരിച്ച സാധനങ്ങളെ 2 കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കും. ഒന്ന്, നമ്മൾ അതിനെ കത്തിക്കാൻ ഉപയോഗിക്കും, എനർജിക്കായിട്ട് ഉപയോഗിക്കും. 2, അതിനെ ഗ്രോത്തിന് ഉപയോഗിക്കും, വളർത്താനായിട്ട് ഉപയോഗിക്കും. ഫുഡ്, ഭക്ഷണമാണ് നമ്മൾ പുറത്തു നിന്ന് സ്വീകരിക്കുന്ന ഒരു സാധനം. അതകത്ത് വന്ന് നമ്മൾ അതിനെ ദഹിപ്പിച്ച് അത് അബ്സോർബ് ചെയ്ത് അതിനെ എനർജി ആക്കാനോ ഗ്രോത്തിനായിട്ടോ നമ്മൾ ഉപയോഗിക്കുന്നു. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ ടിഷ്യൂവിൻ്റെയും ഗ്രോത്ത്. നമ്മൾക്ക് റിപ്പയർ ഉണ്ട്, കുടലിന്റെ റിപ്പയർ, കരളിന്റെ റിപ്പയർ, അതിനും അതുപോലെ തന്നെ ഫാറ്റ് സെൽ ഗ്രോ ചെയ്യാനും അത് ഉപയോഗിക്കാം. ബേണിംഗ് ഉണ്ടാകുന്നത് എവിടെയാണ്? നമുക്ക് ബേണിങ്ങും ഗ്രോത്തും 2 കാര്യങ്ങളാണ് മെറ്റബോളിസത്തിന്റെ 2 പാർട്ട്. ബേണിംഗ് എവിടെയാണ് ഉണ്ടാകുന്നത്? എല്ലാ സെല്ലിലും മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഒരു ബാറ്ററി പോലെ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. അതാണ് നമ്മുടെ എനർജി ബേൺ ചെയ്യുന്നത്. ഏറ്റവും അധികം എനർജി ബേൺ ചെയ്യുന്ന ഓർഗൻസിൽ ഏറ്റവും അധികം മൈറ്റോകോൺട്രിയ ഉണ്ട്. അങ്ങനെ ഏറ്റവും അധികം എനർജി യൂസ് ചെയ്യുന്ന ഓർഗനാണ് നമ്മളുടെ ബ്രെയിൻ. ബ്രെയിനകത്ത് ഏറ്റവും അധികം മൈറ്റോകോൺട്രിയയും ഉണ്ട്. മൈറ്റോകോൺട്രിയ ആണ് നമ്മൾക്ക് എത്രമാത്രം എനർജി കത്തിക്കുന്നു എന്നുള്ളത് നിശ്ചയിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്രയും മനസ്സിലാക്കി മെറ്റബോളിസം എന്താണെന്നും മെറ്റബോളിസത്തിന് 2 ഭാഗങ്ങളുണ്ടെന്നും അതിലൊന്ന്, അതായത് എനർജി ബേണിംഗ് ഉണ്ടാക്കുന്നത് നമ്മളുടെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന സെല്ലിനകത്തുള്ള ഒരു ഓർഗൻ ആണെന്നും പറഞ്ഞു. പിന്നെ ഗ്രോത്ത്, എന്താണ് നമ്മുടെ ഗ്രോത്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്? നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ ആഗിരണം ചെയ്ത സബ്സ്റ്റൻസിനെ നമ്മൾ ഗ്രോത്തിനായിട്ട് ഉപയോഗിക്കുന്നതിനെ എന്താണ് നിശ്ചയിക്കുന്നത്? നമ്മൾ ഗ്രോത്ത് ഉപയോഗിക്കുന്നത്.
അത് ഇൻസുലിൻ ആണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇൻസുലിൻ എന്താണ്? ഇൻസുലിൻ ഒരു ഹോർമോണാണ്. ആ ഹോർമോൺ എവിടെ നിന്ന് വരുന്നു? പാൻക്രിയാസ് ആണ് അത് സെക്രീറ്റ് ചെയ്യുന്നത്. പാൻക്രിയാസ് നമ്മളുടെ വയറിന്റെ ആമാശയത്തിന്റെ പുറകിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പാൻക്രിയാസ് ആണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം കഴിച്ചതിന്റെ റെസ്പോൺസ് ആയിട്ട് ഭക്ഷണം ദഹിച്ച് അതിലുള്ള സ്റ്റാർച്ചസും ഷുഗേഴ്സും എല്ലാം കാരണം നമ്മളുടെ ബ്ലഡ് ഷുഗർ റൈസ് ചെയ്യുന്നു, നമ്മുടെ ആമാശയത്തിലെ ഷുഗറും റൈസ് ചെയ്യുന്നു. അപ്പോ ഇൻസുലിൻ, നമ്മളുടെ പാൻക്രിയാസ് ഇൻസുലിൻ റിലീസ് ചെയ്യുന്നു. ഈ പാൻക്രിയാസ് ആണ് നമ്മൾക്ക് ഫാറ്റ് ഡെപ്പോസിറ്റും ഉണ്ടാക്കുന്നത്. നമ്മൾ ഇത് വളരെ സിമ്പിൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പറയുന്നതാണ്. നമുക്കറിയാം, നമുക്ക് വിശപ്പിന്റെ ഹോർമോണും സെറ്റൈറ്റിയുടെ ഹോർമോണും ഒക്കെ കൊണ്ടുള്ള ഒരു ബാലൻസ് ഉണ്ട്. ഗ്ലൂക്കോസ് ഭക്ഷണത്തിൽ നിന്ന് എടുത്തിട്ട് ഇരിക്കുന്ന ആ ഗ്ലൂക്കോസ് ഗ്രോത്തിനായിട്ട് ഉപയോഗിക്കാം, ബേണിങ്ങിനായിട്ടും ഉപയോഗിക്കാം. മൈറ്റോകോൺട്രിയ ആ ഗ്ലൂക്കോസിനെ ATP എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ആയിട്ട് മാറ്റും. ആ ATP ആണ് എനർജി ആയിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിനെ ഫാറ്റ് ആയിട്ടോ മാറ്റും. ഫാറ്റ് നമ്മുടെ ഓരോ സെൽ മെംബ്രെയിനും ഒക്കെ ആവശ്യമുള്ള ഒരു സാധനമാണ്. ഫാറ്റ് നമ്മൾക്ക് വളരെ എസെൻഷ്യൽ ആണ്. ഓരോ സെല്ലും കവർ ചെയ്തിരിക്കുന്ന സെൽ മെംബ്രെയിൻ ഒക്കെ ഫാറ്റാണ്. അല്ലെങ്കിൽ റൈബോസ് എന്ന് പറയുന്ന ഒരു സാധനമായിട്ട് മാറ്റും. അത് നമ്മുടെ DNA റിപ്പയറിന് ആവശ്യമാണ്. അല്ലെങ്കിൽ പ്രോട്ടീൻ ആയിട്ട് മാറ്റും. പ്രോട്ടീൻ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് അല്ലാത്ത എല്ലാ അമിനോ ആസിഡ്സും നമ്മളുടെ ശരീരത്തിന് തന്നെ ഈ ഗ്ലൂക്കോസ് ഒക്കെ വെച്ച് ഉൽപ്പാദിപ്പിക്കാൻ ആക്കും. നമ്മുടെ ശരീരം ഒരു വണ്ടർഫുൾ മെഷീനാണ്. അപ്പൊ ഈ ഗ്ലൂക്കോസിനെ പ്രോട്ടീൻ ആയിട്ടും ബാക്കിയുള്ള നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സും കൂടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻ ആയിട്ടും മാറ്റി നമുക്ക് ആ പ്രോട്ടീൻ നമ്മുടെ ബോഡീനെ ബിൽഡ് ചെയ്യാനും ഈ ഗ്ലൂക്കോസ് ഉപയോഗിക്കും. ഈ സെല്ല് ഉപയോഗിക്കും. അപ്പൊ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കും ബോഡി ബിൽഡിങ് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ അത് പ്രോട്ടീൻ ഉള്ള ഫുഡ്സ് ആണ് എന്ന്. പക്ഷെ ഈ ഗ്ലൂക്കോസും പ്രോട്ടീൻ ബോഡി ബിൽഡ് ചെയ്യും. പക്ഷെ അതിന് ഈ ചില പ്രോട്ടീനുകളും ആവശ്യമാണ്. ഈ സെല്ലിന് എങ്ങനെ അറിയാം എന്തുണ്ടാക്കണമെന്ന്? ഇതിന്റെ കൺട്രോൾ മെക്കാനിസം എന്താണ്? ഗ്രോത്ത് വേണോ അതോ ബേണിംഗ് വേണോ എന്നുള്ളതിന്റെ കൺട്രോൾ മെക്കാനിസം എന്താണ്? അത് ഇൻസുലിൻ ആണ് എന്നാണ് ഈ ഡോക്ടർ പറഞ്ഞത്. ഇൻസുലിൻ റിലീസ് ചെയ്യുന്ന പാൻക്രിയാസിന്റെ സെല്ലിനെ ബീറ്റാ സെൽ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഗ്ലൂക്കോസ് എവിടേക്ക് പോകുന്നു? നമ്മളുടെ ഗ്ലൂക്കോസ് എവിടേക്ക് പോകുന്നു? പല സെല്ലുകളിലേക്കും പോയി എക്സസ് ആയിട്ട് ഈ പല ആവശ്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഈ പല രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്ത് പലയിടത്തും പോയിട്ട് അതിന് ചെയ്യാനുള്ള ജോലികളൊക്കെ ചെയ്യാനായിട്ട് അത് പലയിടത്തും പോകും. പ്രോട്ടീനായിട്ടും റൈബോസ് ആയിട്ടും ATP ആയിട്ടും ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്ത് അതിന് ചെയ്യാനുള്ള ജോലികൾ ചെയ്യാനായിട്ട് ആ ഗ്ലൂക്കോസിനെ യൂസ് ചെയ്യുന്നു. പക്ഷെ ബാക്കി അധികം വരുന്ന ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നു? അധികം വരുന്ന ഗ്ലൂക്കോസ് കൊഴുപ്പായി മാറുന്നു. ഇൻസുലിൻ കൂടുതൽ നമ്മളുടെ ശരീരം ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ കൊഴുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നു. ഇൻസുലിൻ ആണ് അത് കൺട്രോൾ ചെയ്യുന്നത്. നമ്മളുടെ ശരീരം നമുക്ക് വണ്ണം കൂടി വരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കുമ്പോൾ ഇൻസുലിൻ കൂടി വരുന്നു എന്നും കൂടെയാണ് അതിൻ്റെ അർത്ഥം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലായത്. അപ്പോ ഇന്നത്തേക്ക് നമുക്ക് മതിയാക്കാം. പിന്നെ ഇനി ഇൻസുലിൻ സർക്കുലേഷൻ എന്നൊക്കെയുള്ള ഭാഗം അടുത്ത ദിവസം പറയാം. ഇതൊരു സീരീസ് ആണ്. ഇത് മുഴുവനും നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് ഡയബറ്റിസിനെ കുറിച്ചും അത് കൺട്രോൾ ചെയ്യാനുള്ള മെക്കാനിസത്തിനെ കുറിച്ചും ഒരു നല്ല അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഒരുപാട് വെബ്സൈറ്റ്സിൽ ഡയബറ്റിസ് റിവേഴ്സ്ഡ് എന്ന് പറഞ്ഞ് കുറെ ആളുകൾ ഓരോന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിനെ കൗണ്ടർ ചെയ്യാൻ എന്ത് ചെയ്യാമെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മൾ തന്നെയോ അല്ലെങ്കിൽ പരസഹായത്തോടു കൂടിയോ അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് ചെയ്യുകയും നമ്മളുടെ ഡോക്ടറെ, നമ്മളിപ്പോൾ ചികിത്സിക്കുന്ന ഡോക്ടറെ അതിനായി കൂട്ടുപിടിക്കുകയും ചെയ്യുകയാണ് ഇതിന്റെ ഏറ്റവും നല്ല മെക്കാനിസം. നിങ്ങൾ ഇത് മുഴുവനും കേൾക്കണം. ഇത് ഒരു സീരീസ് ആയിട്ട് ഉണ്ടെന്ന് ഞാൻ പറയുന്നല്ലോ. ഇത് ഞാൻ എത്രയും കണ്ടൻസ് ചെയ്ത് നമ്പർ കുറയ്ക്കാൻ ശ്രമിക്കാം. ഇത് മാത്രമല്ല വേറെ പലതും ഇതുപോലെ ഞാൻ ഈ അവധി എടുത്ത സമയത്ത് പഠിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം അതെല്ലാം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്.
അപ്പോൾ എല്ലാവരെയും കാണുമെന്നും ഷെയർ ചെയ്യുമെന്നും മനസ്സിലാക്കുമെന്നും വിശ്വസിക്കുന്നു. കൂടുതൽ ആരോഗ്യത്തോടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.